The Lord has brought us to the second day of this convention. സ്വർഗത്തിലെ ദൈവം ഈ രണ്ടാമത്തെ ദിവസവും നമ്മളെ ഈ കൺവെൻഷനിലേക്ക് കൊണ്ടുവന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. And may His name be praised today and forever. അവന്റെ നാമം മാത്രം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. As you all know, we've been thinking about this theme, which is in the form of a question: Are you prepared? നിങ്ങൾ അറിയുന്നത് പോലെ നമ്മൾ നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. Yesterday our focus was on the surety or certainty of the Lord's second coming. നാം ഇന്നലെ കർത്താവിന്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിനുള്ള ഉറപ്പിനെയും അതിന്റെ തീർച്ചയെയും കുറിച്ച് നാം ചിന്തിച്ചു. And our meditation was from 2 Peter chapter 3. നാം ഇന്നലെ ചിന്തിച്ച ആ പ്രധാനമായ ഭാഗം 2 പത്രോസ് 3-ാം അധ്യായത്തിൽ നിന്നാണ്. For Apostle Peter, the Lord's promise that he will come again to receive them is an unchanging promise. അപ്പോസ്തലനായ പത്രോസിനോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തം, താൻ മടങ്ങി വരുമെന്നുള്ള വാഗ്ദത്തം, അത് മാറ്റം വരാത്തതാണ്. It is not only a promise that Peter can claim, it is a promise that all of his children can claim and look forward to. അത് പത്രോസിന് മാത്രം ഉള്ളതാ ഒരു ആ വാഗ്ദത്തമല്ല, നമ്മൾക്ക് ദൈവമക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ധൈര്യം തരുന്ന ഒരു വാഗ്ദത്തമാണ്. Yesterday we also very briefly looked at how this theme is so much there both in the Old Testament and in the New Testament. നാം ഇന്നലെ ഈ വാഗ്ദത്തം, ഈ വാക്ക്, ചോദ്യം പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും ഒരേപോലെ ഉള്ളതായിട്ട് നാം കാണുവാനിടയായി തീർന്നു. So the promise about his coming or the Lord's return is based on God's unchanging word. കർത്താവിന്റെ രണ്ടാം വരവ് എന്നുള്ളത് അത് ദൈവവചനമെന്ന മാറ്റമില്ലാത്ത വസ്തുതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. Although the day and hour of his return is not revealed to us, we are exhorted by our Lord to be always watchful. അവന്റെ വരവിന്റെ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറുകളെക്കുറിച്ചോ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല എങ്കിലും കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉണർന്നിരിപ്പിൻ, ശ്രദ്ധയോടെ ഇരിപ്പിൻ. So the word which is used in theology is imminent return, meaning it could be any time. വേദ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഇമ്മിനന്റ് എന്നുള്ള വാക്കുകൊണ്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇന്നല്ലെങ്കിൽ നാളെ അത് ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും. So yesterday when I wound up the lesson, I also pointed out the Lord's coming may happen either during our lifetime or even after our death. ഇന്നലെ ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, കർത്താവിന്റെ രണ്ടാം വരവ് ഒരുപക്ഷെ നമ്മളുടെ ജീവകാലത്ത് സംഭവിക്കാം, അല്ല എങ്കിൽ നമ്മുടെ മരണശേഷം സംഭവിക്കാം. So whether you are alive or dead, be in Christ, because that is what matters when he returns. കർത്താവിന്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ജീവിച്ചിരുന്നാലും മരിച്ചാലും കർത്താവിലായിരിപ്പിൻ, അതാണ് കർത്താവിന്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുവാനുള്ള കാര്യം. So we will again look at the scripture, and please open your Bibles to 2 Peter chapter 3. ദൈവവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 2 പത്രോസ് 3-ാം അധ്യായം എല്ലാവരും തുറക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2 Peter chapter 3, and we will look at a few verses. അവിടെ 2 പത്രോസ് 3-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. After emphasizing the surety of the Lord's return, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ തീർച്ചയെക്കുറിച്ച് പറഞ്ഞ ശേഷം Peter also talks about the purpose for his return. അതിനുശേഷം കർത്താവിന്റെ വരവിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പത്രോസ് പറയുകയാണ്. Now let's read verse 7, chapter 3 verse 7. 3-ാം അധ്യായം 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. But the heavens and the earth, which are now preserved by the same word, are reserved for fire
until the day of judgment and perdition of the ungodly men. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു. So one of the main reasons or the purpose for which the Lord is coming again or coming back is to judge the world. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ഒരു പ്രധാന ഉദ്ദേശം അത് ലോകത്തെ വിധിക്കുവാനാണ്, ന്യായം വിധിക്കുവാനാണ്. Judge the ungodly systems of the world. ആ ഭക്തികെട്ട ലോക സംവിധാനങ്ങളെ ന്യായം വിധിക്കുവാൻ. And to actually judge all and judge and remove all evil wicked systems of the world. ഈ ലോകത്തിന്റെ എല്ലാ ദുഷ്ടതയും എല്ലാ വക്രതയും ഉള്ള ആ സിസ്റ്റത്തെ മാറ്റുവാൻ വേണ്ടി. And also to judge ungodly men. അത് മാത്രമല്ല ഭക്തികെട്ട മനുഷ്യരെ ന്യായം വിധിക്കുവാൻ വേണ്ടി. Now even when Jesus talked about his coming, ആ കർത്താവ് താൻ തന്നെ തന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ in Matthew chapter 25 I said he gave 3 parables. നാം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 3 ഉപമകളെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. Now in the third parable, which is about the goat and sheep, അതിന്റെ മൂന്നാമത്തെ ഉപമയായ ചെമ്മരിയാടിന്റെയും കോലാടിന്റെയും ഉപമയിൽ there again we see the Lord coming to judge. അവിടെ നാം വീണ്ടും കാണുന്നു അവൻ കർത്താവ് ന്യായം വിധിക്കുവാൻ കടന്നു വരുന്നു. Verse 31 onwards, 31 മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ, when the Son of Man comes in his glory and all the holy angels with him, then he will sit on the throne of his glory. All the nations will be gathered before him, and he will separate them from one another, as a shepherd divides the sheep from the goats. And he will set the sheep on his right hand, but the goats on the left. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. The Bible talks about 2 judgments that are about to happen. ദൈവവചനം നമ്മെ 2 ന്യായവിധികൾ, 2 വിധികളെ കുറിച്ച് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയുന്നു. And one judgment is for the children of God. ഒന്നാമത്തെ ന്യായവിധി അത് ദൈവ മക്കൾക്കുള്ളതാണ്. And tomorrow we will be spending some time discussing over that. നാളെ ദൈവം അനുവദിക്കുമെങ്കിൽ നാം ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കും. But the second judgment is what is written here. എന്നാൽ രണ്ടാമത്തെ ന്യായവിധി എന്നുള്ളതാണ് ഇവിടെ നാം കാണുന്നത്. White throne judgment. ആ വെള്ള സിംഹാസനത്തിലുള്ള ന്യായവിധി. And this evening we're going to look at that aspect and also ask ourselves whether we will escape this judgment. ഇന്ന് വൈകുന്നേരം ആ ന്യായവിധിയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുവാൻ സാധ്യതയുണ്ട്, ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമോ? Am I already delivered from that judgment possibility? ഞാൻ ആ വെള്ള സിംഹാസന ന്യായവിധിയിൽ നിന്ന് ഞാൻ ഓൾറെഡി രക്ഷപ്പെട്ടുമോ? Now coming back to 2 Peter chapter 3, 2 പത്രോസ് 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. now in verse 3 of chapter 3, അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ, knowing this first, that scoffers will come in the last days, walking according to their own lusts. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. In verse 7 he talks about the coming judgment of ungodly people. 7-ാമത്തെ വാക്യത്തിൽ ദൈവമൽ അല്ലെങ്കിൽ ഭക്തികെട്ട മനുഷ്യർക്ക് വരുന്ന ന്യായവിധിയെ കുറിച്ച് പറയുന്നു. In verse 3 he talks about why he is going to judge those people. 3-ാമത്തെ വാക്യത്തിൽ എന്തുകൊണ്ടാണ് കർത്താവ് അവരെ ന്യായം വിധിക്കുവാൻ പോകുന്നു എന്ന് പറയുന്നു. Walking according to their own lusts. അവർ തങ്ങളുടെ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. Here Peter is saying this is what is going to happen in the last days. ഇവിടെ പത്രോസ് ഇതാണ് അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. So in the New Testament whenever we read last days, it refers to the time period from the first coming of the Lord Jesus
and the second coming of the Lord Jesus. ദൈവവചനത്തില് അന്ത്യകാലം എന്ന് പറയുന്നത് അത് കർത്താവിന്റെ ഒന്നാം വരവ് മുതൽ രണ്ടാം വരവ് വരെയുള്ള ആ സമയകാലമാണ്. People who are walking according to their lusts. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന മനുഷ്യർ. Now, dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, when we read through the entire Bible, നാം ദൈവവചനം മുഴുവനായിട്ട് ധ്യാനിക്കുമ്പോൾ we realize this is not only a characteristic of the last days, നാം ദൈവവചനത്തിന് മനസ്സിലാക്കുവാൻ കഴിയും ഇത് അവസാന കാലത്ത് അന്ത്യകാലത്തെ ലക്ഷണം മാത്രമല്ല, but from the time of the first human fall, people have been walking in the own lust, in their own lust. നമുക്ക് ആദ്യ മനുഷ്യൻ ഉണ്ടായ നാൾ മുതൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മനുഷ്യൻ തന്റെ സ്വന്തം മോഹത്തിനനുസരിച്ചാണ് നടക്കുന്നത്. Now it is a continuous behavior. അത് മനുഷ്യന്റെ തുടർമാനമായ ഒരു സ്വഭാവമാണ്. Walking in their own lust, a continuous behavior. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുക എന്ന ഒരു തുടർമാനമായ സ്വഭാവം. When we come to the book of Genesis, നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ in chapter 3 we read about the fall of Adam and Eve. മൂന്നാം അധ്യായത്തില് ആദാമിന്റെയും ഹവ്വയുടെയും വീഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Through the first fall of mankind, ആ മനുഷ്യവർഗത്തിന്റെ ആദ്യ പാപം മുഖാന്തരം in Romans chapter 5 verse 12 we read, റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, just as sin entered the world through one man, പാപം ഏക മനുഷ്യനിലൂടെ ലോകത്തിൽ പ്രവേശിച്ചു. so from then onwards we see sinful nature dwelling in human beings. അന്ന് മുതൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഓരോ മനുഷ്യരിലും പാപ സ്വഭാവം വസിക്കുന്നു. Why do people continuously walk in their own lust? എന്തുകൊണ്ടാണ് മനുഷ്യൻ തുടർമാനമായിട്ട് സ്വന്തം മോഹങ്ങളിൽ നടക്കുന്നത്? We know that Bible also explains what is this lust all about. ഇതെന്താണ് ഈ മോഹം എന്നുള്ളത് ദൈവവചനം വളരെ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. The lust of the eyes, കൺമോഹം, the lust of the flesh, ജഡമോഹം, and also pride of life. ജീവനത്തിന്റെ പ്രതാപം. Now, why do people continuously walk in their own lust? എന്തുകൊണ്ടാണ് മനുഷ്യൻ സ്വന്തം മോഹത്തിൽ തുടർമാനമായിട്ട് നടക്കുന്നത്? The biblical answer is because of the sinful nature. ദൈവവചന പ്രകാരമുള്ള അതിനുള്ള ഉത്തരം ഇങ്ങനെയാണ്, അത് മനുഷ്യന്റെ പാപ സ്വഭാവമാണ്, നേച്ചറാണ്. From the time of Adam and Eve, ആദാമിന്റെയും ഹവ്വയുടെയും കാലം മുതൽ, from the time of their fall, അവരുടെ പാപ വീഴ്ച മുതൽ, every human being who has been in this earth has had the same nature. ആ നാള് മുതൽ സകല മനുഷ്യരിലും ഈ പാപ സ്വഭാവം വസിക്കുന്നു. Romans chapter 3 verse 10 we read, റോമാലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, there is no one who is righteous, നീതിമാൻ ആരുമില്ല, not even one. ഒരുത്തൻ പോലുമില്ല. Whether a person is born in a very civilized family or in a barbaric family, it doesn't matter. Whether he is educated, not educated, it doesn't matter. Everyone falls under the same category, under sin. ഒരുവൻ വലിയ സംസ്കാരമുള്ള സമ്പന്നതയിൽ ജീവിച്ചാലോ, വിദ്യാഭ്യാസം ലഭിച്ചാലോ, അല്ലെങ്കിൽ പ്രാകൃത ജീവിതം ജീവിച്ചാലോ, അങ്ങനെ എന്തിലും ഒരു വ്യത്യാസവുമില്ല. അവൻ സകലരും ഒരുത്തനും നീതിമാനില്ല, ഈ പാപ സ്വഭാവത്തിൽ വസിക്കുന്നു. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, it is not difficult to understand how sinful we are. ഈ നമ്മൾ എത്രത്തോളം പാപികളാണെന്നുള്ള കാര്യം, പാപ സ്വഭാവം നമ്മൾ വസിക്കുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ വലിയ ബുദ്ധിമുട്ടില്ല. When David wrote Psalm 51, സങ്കീർത്തനങ്ങൾ 51 ദാവീദ് എഴുതിയപ്പോൾ, right after he committed sin against Bathsheba and also Uriah, ബത്ശേബയോടുള്ള ബന്ധത്തിൽ താൻ പാപം ചെയ്തപ്പോൾ, and then when he had this time of repentance, തന്റെ ഹൃദയത്തിൽ തനിക്ക് പാശ്ചാത്താപം തോന്നിയപ്പോൾ, he also realized how wicked he was deep down inside his heart. തന്റെ ഉള്ളിൽ, തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ താൻ എത്രയോ പാപിയാണ്, ദുഷ്ടതയുള്ളവനാണ് എന്നുള്ള സത്യം ദാവീദ് മനസ്സിലാക്കി. Behold, I was brought forth in iniquity,
and in sin my mother conceived me. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, now there are many people who don't realize that they are sinners. അനേകർ ഇന്നും തങ്ങൾ പാപികളാണ് എന്ന് വിശ്വസിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. Sometimes the reason why they don't believe that is because when they compare themselves with others, they think they are better. അവര് മറ്റുള്ളവരുമായിട്ട് തങ്ങളെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എത്രയോ നല്ലവനാണ്, എത്രയോ ബെറ്റർ ആണെന്ന് താൻ ചിന്തിക്കുന്നു. But if we take an honest look into our own lives, we will all realize how wicked we are. എന്നാൽ നാം നമ്മിലേക്ക് തന്നെ ആത്മാർത്ഥമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രയോ ദുഷ്ടത വസിക്കുന്ന മനുഷ്യരെന്ന് മനസ്സിലാക്കുവാൻ. Whether we are born in a Christian family, നാം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവനായിരിക്കാം, whether we are part of a church, നാം ഒരു സഭയുടെ അംഗമായിരിക്കാം, or whether we are people who read the Bible or even participate in prayers, നാം ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യനായിരിക്കാം. but if you take a deeper look at our own hearts, that is when we realize how wicked and bad we are. എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ വളരെ ആഴത്തിൽ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നമ്മൾ എത്രയോ ദുഷ്ടതയും പാപവും നിറഞ്ഞ Bible മനുഷ്യരാണ്. says, who can understand the heart of a man? ദൈവവചനം പറയുന്നു മനുഷ്യന്റെ മനസ്സിനെ മനസ്സിലാക്കുവാൻ You know കഴിയും. what, today when we look around, people are well dressed, they have a smile on their faces, they behave well outside, but if somebody could look deep into their hearts and minds, that is where you see all the wickedness. ഒരു പക്ഷേ നമുക്ക് പുറമേയുള്ള മനുഷ്യരെ നോക്കുമ്പോൾ എത്ര മനോഹരമായി വസ്ത്രധാരണം ചെയ്തിരിക്കുന്നു, എത്ര നന്നായിട്ട് അവർ സംസാരിക്കുന്നു, പെരുമാറുന്നു. എന്നാൽ ഒരുവൻ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രയോ ദുഷ്ടതയും പാപവും അവനിൽ വസിക്കുന്നു. Today we all know when we go to hospitals, there are very powerful scanning machines. നമുക്കറിയാം ഹോസ്പിറ്റൽ ആശുപത്രികളിൽ വളരെ ശക്തിയേറിയ സ്കാനിംഗ് മെഷീൻസ് ഉണ്ട്. You come across CT machine, MRI machine, you have more powerful machines that are coming up. ഇന്ന് CT മെഷീനും MRI മെഷീനുള്ള വളരെ ശക്തിയേറിയ സ്കാനിംഗ് മെഷീൻസുകൾ ഇന്നുണ്ട്. And what do these machines do? എന്താണ് ഈ സ്കാനിംഗ് മെഷീൻസ് ചെയ്യുന്നത്? What is hidden from the naked eyes, these machines are able to reveal that, and the doctors are able to identify what is there inside us. നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത കാര്യങ്ങളെ നമ്മുടെ ഉള്ളിലുള്ള വസ്തുതകളെ ഈ മെഷീൻസ് വെളിവാക്കി തരികയും ഡോക്ടേഴ്സിന് അത് മനസ്സിലാക്കുവാനും എവിടെയാണ് പ്രോബ്ലം ഉള്ളതെന്ന് മനസ്സിലാക്കുവാനും കഴിയും. But my dear brothers and sisters, think about if there was a machine which somehow could really bring out all the evil thoughts that come into our minds, the thoughts that we entertain. Think about it. Would anyone would subject themselves to undergo the scan? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സ്കാനിംഗ് മെഷീൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ചിന്തകളെയും നമ്മുടെ ദുഷ്ടചിന്തകളെയും അല്ലാതുള്ള തോട്ട്സിനെയൊക്കെയും നാം എന്റർടൈൻ ചെയ്യുന്ന എല്ലാ തോട്ട്സിനെയും ഒന്ന് സ്കാൻ ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ആ മെഷീനിൽ ഒന്ന് സ്കാൻ ചെയ്യുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമോ? Even as we are seated here today, ഇന്ന് നാം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ sometimes think about the kind of thoughts that we entertain in our minds. നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ നാം എന്റർടൈൻ ചെയ്യുന്ന ചില ചിന്തകളെ കുറിച്ചും ചിന്തിച്ചു നോക്കൂ. I know sometimes we are seated in the presence of God in a Sunday morning, but the thoughts about another brother, the thoughts about another sister, or something that is going on in our mind, think about all those things. ഒരുപക്ഷെ നാം സൺഡേ മോർണിംഗിൽ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് ഇരിക്കുകയായിരിക്കാം, ദൈവ ധ്യാനത്തിൽ ഇരിക്കുകയായിരിക്കാം. എന്നാലും നമ്മുടെ ചിന്തകൾ പലപ്പോഴും അക്കൂട്ട് സഹോദരനെ കുറിച്ചുള്ളതായിരിക്കാം, മറ്റൊരു സഹോദരിയെ കുറിച്ചുള്ളതായിരിക്കാം. നമ്മ അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. That only reveals how wicked we are. അത് തന്നെ നമ്മെ വെളിവാക്കുന്ന കാര്യം നാം എത്രയോ ദുഷ്ടത വസിക്കുന്നവരാണ്. I'm sure we all know this nursery rhyme. നമുക്കറിയാം ഈ നഴ്സറി റൈം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. Johnny, Johnny, yes, Papa. ജോണി ജോണി എസ് പപ്പ. Yes, right? Johnny, Johnny, yes, Papa. Eating sugar? No, Papa. Telling lies? No, Papa. Open your mouth? Ha ha ha. Now, whenever I come across this nursery rhyme, I have a question in my heart.
ഈ നഴ്സറി റൈമിലൂടെ ഈ പാട്ട് ഞാൻ കേൾക്കുമ്പോഴൊക്കെയും ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കാറുണ്ട്. No, I always have a question. എന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാകാറുണ്ട്. Yes, it is a nursery rhyme. ഇതൊരു നഴ്സറി പാട്ടാണ്. Let's just imagine Johnny is a real character. ഒന്ന് ചിന്തിച്ചു നോക്കി, ജോണി ഒരു യഥാർത്ഥമായ ക്യാരക്ടറാണ്. Now the question is this. ഇതാണ് എന്റെ ചോദ്യം. Who taught this little Johnny how to tell a lie? ഈ ചെറിയ ജോണിയെ ആരാണ് നുണ പറയുവാൻ പഠിപ്പിച്ചത്? Who taught this little Johnny to steal sugar and satisfy his craving? അവൻ ആ പഞ്ചസാര തിന്നുവാനും അത് നുണ പറയുവാനും അവനെ പഠിപ്പിച്ചത് ആരാണ്? Nobody. ആരുമല്ല. Nobody. ആരുമല്ല. Nobody needs to teach somebody to be sinful. ഒരുവനെയും ആർക്കും പാപം ചെയ്യുവാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. Now, when I was in school, I remember we had a subject called moral science. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു മോറൽ സയൻസ് എന്നുള്ള ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു. Anyone here who has studied moral science? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും മോറൽ സയൻസ് പഠിച്ചവരുണ്ടോ? Now, okay, you know what I have thought about this? Why on earth no school is offering a subject called immoral science? ഈ ഭൂമിയിൽ എന്തുകൊണ്ടാണ് ഇമ്മോറൽ സയൻസ് എന്നുള്ള സബ്ജക്ട് പഠിപ്പിക്കാത്തത്? Why? എന്തുകൊണ്ട്? If at all there was a subject, let's imagine there is a textbook for that. Chapter 1, how to tell a lie. Chapter 2, how to be jealous. Chapter 3, how to steal another person's property. Chapter 4, how to stand against another man. ഇമ്മോറൽ സയൻസ് എന്നുള്ള ഒരു വിഷയം പഠിപ്പിക്കുവാനുണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഓരോ ചാപ്റ്ററുകൾ ഇങ്ങനെയായിരിക്കും. എങ്ങനെ നുണ പറയണം 1-ാം അധ്യായം, എങ്ങനെ മോഷ്ടിക്കണം 2-ാം അധ്യായം, എങ്ങനെ അസൂയപ്പെടണം 3-ാം അധ്യായം, ഇങ്ങനെയുള്ള നിലയ്ക്കായിരിക്കും ആ ഇമ്മോറൽ സയൻസ് നമ്മളെ പഠിപ്പിക്കുക. But nobody has to teach us that. ഈ വിഷയം ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. There is no civilization in the world that teaches their young children how to be wicked and evil. ഒരു സംസ്കാരവുമില്ല തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദുഷ്ടത എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത്. No parents teaches their young kids how to be evil. എങ്ങനെ ഒരു പേരൻസും കുഞ്ഞുങ്ങളെ തെറ്റ് ചെയ്യുവാൻ പഠിപ്പിക്കത്തില്ല. They all know it. അവർക്കതെല്ലാം അവരുടെ ഉള്ളിൽ തന്നെ അറിയാം. And that is what the Bible says. അതാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. We are born with the sinful nature. നാം പാപ സ്വഭാവമായിട്ട് ജനിച്ചവരാണ്. And this sinful nature, it makes us lust after so many things. ഈ പാപ സ്വഭാവം നമ്മെ മറ്റു പലതിനോടും മോഹിക്കുവാൻ തക്കവണ്ണം നമ്മെ വലിച്ചു കൊണ്ടുപോകും. It is the most powerful thing, more powerful than a magnet. ഒരു കാന്തത്തെക്കാട്ടിലും വളരെ ശക്തിയേറിയതാണിത്. You know why I'm saying that? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? Paul, when he talks about the sinful nature in Romans chapter 7, we'll read a few verses there. റോമാലേഖനം 5-ാം അധ്യായത്തില് പൗലോസ് ഈ പാപ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ ചില വാക്യങ്ങൾ നമുക്കവിടെ വായിക്കാം. Romans chapter 7, റോമാലേഖനം 7-ാം അധ്യായം, and then from verse 15 onwards. അതിന്റെ 15-ാമത്തെ വാക്യം മുതൽ, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ സമ്മതിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. Powerful description about sinful nature. ഒരു പാപ സ്വഭാവം, നമ്മിൽ വസിക്കുന്ന പാപ സ്വഭാവത്തെ കുറിച്ചുള്ള ശക്തിയേറിയ ഒരു വിവരണം. Think about what he is saying. പൗലോസ് പറഞ്ഞിരിക്കുന്നതിനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. What I don't want to do, ഞാൻ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്, what I hate to do, ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കാത്തത്, I end up doing that again and again. ഞാൻ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു വീണ്ടും വീണ്ടും.
But what I want to do or desire to do, I am not able to do. ഞാൻ എൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അത് ഞാൻ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നില്ല. What a pitiful situation. എത്രയോ ദയനീയമായ അവസ്ഥ. Think about it. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. You know, in many homes, where people have anger issues. പല ഭവനങ്ങളിലും കോപത്തിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്ക് കാണുവാൻ Today, there are a lot of courses on anger management and all that. ഇന്ന് നമുക്കറിയാം മറ്റ് പല കോഴ്സുകളൊക്കെ ഉണ്ട് ഈ കോപം നിയന്ത്രിക്കുന്നതിനുള്ള ബന്ധത്തിൽ. So anger is very destructive. We all know about it. കോപം എന്നുള്ളത് വളരെ നാശകരമായ ഒരു വസ്തുതയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. Now, there are many people who would say, no, I don't want to be angry at my wife. I don't want to hurt my children by screaming at them. But I am not able to control myself. ചിലരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഭാര്യയോടോ മക്കളോടോ ഇങ്ങനെ കോപിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഞാൻ അറിയാതെ അവരുടെ അലറേണ്ട അവസ്ഥ ഉണ്ടാകുകയാണ്, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ലല്ലോ. Dear brothers, recently I was in a rehabilitation center. കഴിഞ്ഞ അടുത്ത ഒരു സമയത്ത് ഞാൻ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ പോയി. It was a place where they had about 30 young people. Not all of them young, maybe majority were young people, but there were some who were over 50-55 years. They are there in the rehabilitation center for almost 6 to 7 months because they are not able to control themselves. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ പോയപ്പോൾ 30-50 വയസ്സുള്ള ചില ആൾക്കാരെ കാണുകയുണ്ടായി. അവിടെ അവര് 6-7 മാസമായിട്ട് അവരുണ്ട്. അവരുടെ പ്രയാസം, അവരുടെ പ്രധാന പ്രശ്നം അവർക്ക് തങ്ങളെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. One man said, no sir, this is my third time in this center. ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ പറയുണ്ടായിരുന്നു, സാറേ ഞാൻ എന്റെ 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. Sir, because the way I handle myself, I have lost my wife, my children, they don't care about me, but I am not able to control myself. I am not able to come out of my alcoholism. I am here. എന്റെ മദ്യപാന സ്വഭാവം മുഖാന്തരം എനിക്ക് എന്റെ ഭാര്യയെ എന്റെ മക്കളെയൊക്കെ നഷ്ടപ്പെട്ടു, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ലല്ലോ സാറേ എന്ന് പറയുകയുണ്ടായി. Sinful nature is powerful. പ്രിയപ്പെട്ടവരെ, ഈ പാപ സ്വഭാവം വളരെ ശക്തിയുള്ളതാണ്. And nobody is an exception. ആരും അതിൽ ഒഴിവുള്ളവരല്ല. In this drug rehabilitation center, ഈ റീഹാബിലിറ്റേഷൻ സെന്ററിൽ more than 50% of the inmates are from Christian families. 50%-ലധികമുള്ള വ്യക്തികൾ, അവിടെയുള്ള ആൾക്കാര് ക്രിസ്തീയ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. Recently I was talking to another counselor in Kerala who told me there are at least once a week you get a call from a brethren family to send somebody for counseling and rehabilitation. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം കേരളത്തിലായിരുന്നപ്പോൾ ഒരു കൗൺസിലറുമായിട്ട് സംസാരിച്ച് പറയുകയുണ്ടായി, പല സമയത്തും ബ്രദറൻ കുടുംബങ്ങളിൽ നിന്നുള്ള കോളുകൾ വരാറുണ്ട്. ഒരു വ്യക്തിയെ, ഒരു കൗൺസിലറെ അങ്ങോട്ട് അയക്കുമോ, ഒരാളെ സഹായിക്കുവാൻ, കൗൺസിൽ ചെയ്യുവാൻ അയക്കുമോ എന്ന് ചോദിക്കാം. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, no religion can actually help you. ഒരു മതത്തിനും നമ്മളെ സഹായിക്കും. No church denomination can be helpful in this area. ഒരു മതങ്ങൾക്കും നമ്മെ സഹായിക്കുവാൻ കഴിയില്ല. It is so powerful. It has got the power to destroy human lives. മനുഷ്യ ജീവിതങ്ങളെ തകർക്കുവാനുള്ള ശക്തി നമ്മിൽ വസിക്കുന്ന ഈ പാപ സ്വഭാവത്തിനുണ്ട്. I read about a story, a real incident. ഒരു യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വായിക്കുകയുണ്ടായി. This was about a man by name Malcolm Muggeridge. മാൽക്കം മഗ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ളതാണ്. He was a very famous British journalist. ഒരു ബ്രിട്ടീഷുകാരനായ ഒരു പത്രപ്രവർത്തകനായിരുന്നു താൻ. At one time for a project he was staying in India. ഒരു പ്രൊജക്ടിന് വേണ്ടി താൻ ഇങ്ങനെ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. He was staying in a hotel. താൻ ഒരു ഹോട്ടലിലാണ് വസിച്ചത്. And the back side of the hotel there was a river. ആ ഹോട്ടലിന്റെ പിൻഭാഗത്ത് ഒരു നദി ഉണ്ടായിരുന്നു. And then as he opened the window and as he was watching across the river, he saw a woman coming down to the river in order to wash, perhaps to take bath.
അവിടെ ആ ഹോട്ടലിന്റെ വിൻഡോ തുറന്നു നോക്കുമ്പോൾ അപ്പുറത്ത് ആ നദിക്കക്കരെ സ്ത്രീകൾ കടന്നു വരികയും തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കുവാനും കുളിക്കുവാനും ഒക്കെ ആയിട്ട് വരുന്നത് താൻ കാണുകയുണ്ടായി. As a young man watching from his room, he says, I was not able to control my lustful thoughts. താൻ ഒരു യൗവനക്കാരനായ ഒരു വ്യക്തി താനിങ്ങനെ തൻ്റെ ഹോട്ടൽ റൂമിൽ നിന്ന് താനിങ്ങനെ നോക്കുമ്പോൾ താനിങ്ങനെ പറയുകയാണ്, എനിക്ക് എൻ്റെ ആ മോഹങ്ങളെ, എൻ്റെ ലസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. He was a married man. അവനൊരു വിവാഹിതനായ മനുഷ്യനായിരുന്നു. He had a child. തനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. And then he knew in his heart that what he was about to do was not right. താൻ ചെയ്യുവാൻ പോകുന്നത് ശരിയല്ല എന്ന് തനിക്ക് അറിയാമായിരുന്നു. But he couldn't control himself. He climbed down the stairs. തന്നെ നിയന്ത്രിക്കുവാൻ കഴിയാതെ താൻ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നു. And he removed his shirt and swam across the river. താൻ ആ നദിയിലേക്ക് ഇറങ്ങി നദിക്ക് അക്കരയ്ക്ക് നീന്തുവാൻ തുടങ്ങി. And as he came close to that woman who was standing there, അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ അടുത്തേക്ക് താൻ നീന്തി അടുത്തപ്പോൾ, half naked was she. അവൾ അർദ്ധനഗ്നയായ ഒരു സ്ത്രീയായിരുന്നു. And when he got closer to her, he was able to see that the lady was a leprous woman. എന്നാൽ താൻ ആ നീന്തിയ അടുത്തേക്ക് ചെന്നപ്പോൾ തനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു, ആ കുളിക്കുന്ന സ്ത്രീ അവള് ഒരു കുഷ്ഠരോഗിയായ സ്ത്രീയായിരുന്നു. So when he swam back, he was no mumbling. He was saying to himself, what a dirty, lecherous woman. തിരിച്ച് താൻ ഇങ്ങനെ തിരിച്ച് നീന്തി വരുമ്പോൾ തന്റെ ഹൃദയത്തിൽ തന്നോട് തന്നെ പറയുകയായിരുന്നു, എത്രയോ വൃത്തികെട്ട അല്ലെങ്കിൽ എത്രയോ അഴുക്കുള്ള ഒരു സ്ത്രീയാണ്. What a dirty, lecherous woman. എത്രയോ ചീത്തയായ ഒരു സ്ത്രീയാണിത്. But you know what? As he was mumbling these words, he could hear his heart telling him, what a lecherous, dirty heart you have. അപ്പോൾ താൻ ഇങ്ങനെ ആ സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ തന്റെ തന്നെ ഹൃദയം തന്നോട് പറഞ്ഞു, നീ എത്രയോ ദുഷ്ടതയുള്ള ആ മോഹങ്ങളുള്ള ഒരു മനുഷ്യനാണ്. What a dirty, lecherous heart. എത്രയോ അഴുക്ക് നിറഞ്ഞ ദുഷ്ടതയുള്ള ഹൃദയം. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരന്മാരെ, do you realize this is the heart that is laid before the Creator God? ഈ ഹൃദയമാണ് സൃഷ്ടിതാവായ ദൈവത്തിന്റെ മുമ്പാകെ. Every thought, every motive, every intention, everything that is hidden, it is laid bare before Almighty God. പ്രിയപ്പെട്ടവരെ, എല്ലാ ചിന്തകളും എല്ലാ താല്പര്യങ്ങളും എല്ലാ മോഹങ്ങളും സകലതും നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിന്റെ മുമ്പാകെ നഗ്നതും മലർക്കെ തുറന്നതുമാകുന്നു. Let me also remind you very solemnly, വളരെ ശാന്തതയോടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, that the Bible also reminds us, a person who continues to walk or yield himself or herself to the lust, to their own lust, eventually become a slave to the sin. ഒരു വ്യക്തി, ദൈവവചനം ഇങ്ങനെ ഓർമ്മിക്കുന്നു, ഒരു വ്യക്തി തുടർമാനമായിട്ട് തന്റെ മോഹങ്ങൾക്കും തന്റെ സ്വയ ഇഷ്ടയ്ക്കും താൻ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ ക്രമേണ താൻ ആ സ്വഭാവത്തിന്, പാപത്തിന്, മോഹത്തിന് അടിമയായിത്തീരുന്നു. In John's Gospel chapter 8, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം, John's Gospel chapter 8 verse 34, അതിന്റെ 34-ാമത്തെ വാക്യം, Christ himself said these words. ക്രിസ്തു താൻ തന്നെ ഇങ്ങനെ പറയുന്നു. 34. Now we read that, most assuredly I say to you, whoever commits sin is a slave of sin. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസൻ ആകുന്നു. When we talk about addiction or becoming slaves to sin, we often think about people who are alcoholics, people who are drug addicts, substance abuse, so on and so forth. പലപ്പോഴും നമ്മൾ അഡിക്ഷൻ എന്നൊക്കെ അല്ലെങ്കിൽ സ്ലേവ് ടു ഒരു പ്രത്യേക സ്വഭാവത്തിന് അടിമ എന്നൊക്കെ പറയുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കാറുള്ളത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ച് അതിനടിമയായിരിക്കുന്നവരെ കുറിച്ചൊക്കെയാണ് ചിന്തിക്കാറുള്ളത്. But I tell you, brothers and sisters, anybody can become a slave to anything that the Lord has prevented. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്കിങ്ങനെ പറയുവാൻ കഴിയും, ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ തുടർമാനമായിട്ട് ചെയ്യുമ്പോൾ ആർക്കും ഈ പാപ സ്വഭാവത്തിന്, ഈ മോഹത്തിന് അടിമയായി തീരുവാൻ കഴിയും. Now the best
classical example or the warning in the scripture is about the life of Samson. ഇതിന് ഏറ്റവും മനോഹരമായി ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണം ശിംശോന്റെ ചരിത്രമാണ്. Unbelievable. അവിശ്വസനീയം തന്നെ. A man who had so much of physical strength. ഒരു മനുഷ്യൻ തനിക്ക് എത്രയോ ശക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. A supernatural strength. ഒരു അതിമാനുഷ്യനായ മനുഷ്യൻ. Highly gifted person. വളരെ അധികമായി കൃപ ലഭിച്ച മനുഷ്യൻ. With the jaw of a donkey's bone, he could actually kill so many people. ഒരു കഴുതയുടെ താടിയെല്ല് കൊണ്ട് അനേകായിരങ്ങളെ കൊന്നവൻ. Yet the Bible very clearly says, എന്നിട്ടും ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, he walked according to his lusts. അവൻ തന്റെ മോഹത്തിനനുസരിച്ച് നടന്നു. He was a slave to his sinful nature. അവൻ തന്റെ പാപ സ്വഭാവത്തിന് അടിമയായിരുന്നു. Judges chapter 16. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം. What a pitiful story we read there. എത്രയോ ശോചനീയമായ ഒരു കഥയാണ്, ഒരു ചരിത്രമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. He was addicted to a woman called Delilah. ദലീല എന്നുള്ളൊരു സ്ത്രീക്ക് തന്നെ അടിമയാക്കി. And as we read through that chapter, it becomes so obvious that he could not control himself. നാം ആ അധ്യായത്തിലൂടെ തുറമാനമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, തനിക്ക് തന്നെ നിയന്ത്രിക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല. Even after knowing that Delilah is trapping him, he could not stop going to the same home. ദലീല തന്നെ കുടുക്കിലാക്കും, കെണിയിലാക്കുമെന്ന് താൻ അറിഞ്ഞിട്ട് പോലും തനിക്ക് തന്നെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. ആ വീട്ടിലേക്ക് പോകാതിരിക്കുവാൻ കഴിഞ്ഞില്ല. What tragic consequences. എത്രയോ ദുഃഖകരമായ അവസാനമാണ് അതോടെ കാണുന്നത്. Let me also add a word here, my dear brothers and sisters. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഒരു വാക്ക് കൂടി ഇവിടെ ആഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. Sometimes when we think about sinful nature, we talk about people who are not in the Lord. നമ്മൾ പലപ്പോഴും പാപ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യരെയുള്ള ബന്ധത്തിൽ നാം പറയാറുണ്ട്. But let me humbly remind you, എന്നാൽ ഇപ്പോൾ എനിക്ക് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, even after you become a child of God, if you are not walking according to the Spirit, sin can dominate your life. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കർത്താവിനെ അറിഞ്ഞ ശേഷവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നില്ല എങ്കിൽ പാപത്തിന് നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ കഴിയും. How many examples we hear every now and then. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണുവാൻ കഴിയും. I was recently listening to a brother's life. ഒരു സഹോദരന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. Now outside he was looking as a good Christian. പുറമേ താൻ ഒരു നല്ല ക്രിസ്തു വിശ്വാസിയായിട്ട് കാണുവാൻ കഴിയും. But then every day in the night, he could not control himself. He was an addict to alcohol. Nobody in the church knew, but the poor woman was suffering because of domestic violence. എന്നാൽ ഓരോ രാത്രിയിലും ഈ സഹോദരൻ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ താൻ മദ്യത്തിന് അടിമയായിട്ട് അവിടെയുള്ള ആ സ്ത്രീക്ക് തന്നെ എത്രയോ കുടുംബ വഴക്കുകൾക്കും പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമായി താൻ. I am talking to somebody who went to church every Sunday. എല്ലാ ഞായറാഴ്ചയും സഭയിൽ പോകുന്ന ആരാധനയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. I am talking about somebody who even stood in the church and shared table thoughts. ദൈവവചനത്തിൽ നിന്ന് ചിന്തകൾ പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. But in the night he was a different man. എന്നാൽ രാത്രിയിൽ ആ വ്യക്തി മറ്റൊരു മനുഷ്യനായി മാറുകയാണ്. What a sad thing. എത്രയോ ദുഃഖകരമായ ഒരു കാര്യം. I also want to share, today we have mobile phones with us. എന്നാൽ എനിക്ക് ഇന്ന് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ന് നമുക്ക് മൊബൈൽ ഫോണുകൾ നമ്മുടെ കയ്യിലുണ്ട്. Okay, sometimes when we talk about mobile phones, we think mobile phones are only misused by young people. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മൊബൈൽ ഫോണുകൾ പലപ്പോഴും യൗവനക്കാരാണ് അവർ മിസ്യൂസ് ചെയ്യുന്നത്. You know what? I have known stories of extramarital relationships among our own people. പ്രിയപ്പെട്ടവരെ, എനിക്ക് മുമ്പാകെ അനേക കഥകളുണ്ട്. കുടുംബജീവിതത്തിനപ്പുറമായിട്ടുള്ള എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ് ഉള്ള അനേകരെ കുറിച്ചുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ മൊബൈൽ ഫോൺ മുഖാന്തരം. This evening I want to ask you to look at your own heart. ഇന്ന് വൈകുന്നേരം എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് നോക്കുമോ? Where is your heart?
നിങ്ങളുടെ ഹൃദയം എങ്ങനെയിരിക്കും? What is happening in your heart which nobody else knows? നിങ്ങൾ ആരും അറിയാത്ത നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് You സംഭവിക്കുന്നത്? know what, the Bible makes it very clear. ദൈവവചനം വളരെ വ്യക്തമായിട്ട് അത് പറയുന്നു. No one can play with sin and escape from its consequences. ഒരുത്തനും പാപവുമായിട്ട് കളിക്കുവാനും അതിനുശേഷം അതിന്റെ പരിണത ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും കഴിയുകയില്ല. That is exactly what Peter wanted to write here. അത് തന്നെയാണ് പത്രോസ് ഇവിടെ എഴുതുവാൻ ആഗ്രഹിച്ചത്. In the last days, people walking according to their own lusts. അന്ത്യകാലത്ത് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് മനുഷ്യർ നടക്കും. And then no scoffing or thinking or ridiculing people. No, you have been saying about no Christ coming. Where is he coming? എന്നിട്ട് ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറയുന്ന മനുഷ്യരോട് അവരിങ്ങനെ പറയും, നിങ്ങൾ കുറെ നാളായല്ലോ പറയാൻ തുടങ്ങിയിട്ട് ക്രിസ്തു വരുന്നു, കർത്താവ് വരുന്നു, എന്നിട്ട് എവിടെയാ അവന്റെ വരവ്? You know why? നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? They are fearful about even the possibility of judgment. അവര് ആ വരുവാൻ സാധ്യതയുള്ള ആ ന്യായവിധിയെ കുറിച്ച് അവർ ഭയചകിതരാണ്. They cannot even think about the possibility of such a judgment. അവർക്ക് അങ്ങനെ വരുവാൻ സാധ്യതയുള്ള ഒരു ന്യായവിധിയെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല. Therefore they say no, he is not going to come. You are just making up a story. അതുകൊണ്ട് അവരിങ്ങനെ പറയുന്നു, നിങ്ങൾ കഥകൾ ഉണ്ടാക്കുകയാണ്, അവനൊന്നും വരുവാൻ പോകുന്നില്ല. But the Bible makes it very clear. ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, nobody can play with sin and escape its consequence. ആ പാപവുമായിട്ട് ആർക്കും കളിക്കുവാൻ കഴിയില്ല, അതിൽ നിന്റെ കളിച്ച ശേഷം പരിണിത ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും. Romans chapter 6:23, a very well known verse. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23 വാക്യം. The wages of sin is what? Death. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. The wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. 3 dimensions of this one word, death. മരണം എന്നതിന് 3 ഡയമെൻഷൻസ് നമുക്ക് കാണുവാൻ കഴിയും. Sin does not give life. പാപം ജീവൻ നൽകുകയില്ല. Sin is always related to death. പാപം എപ്പോഴും മരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. The first death is all about spiritual death. ആദ്യത്തെ മരണം ആത്മീക മരണത്തെ കുറിച്ചുള്ളതാണ്. Physically alive, ശാരീരികമായിട്ട് ജീവനുണ്ട്, but then inside spiritually dead. എന്നാൽ അകമേ ആത്മീകമായിട്ട് മരിച്ച അവസ്ഥ. What does it mean? എന്താണ് ഇതിന്റെ അർത്ഥം? No relationship with the Creator. സൃഷ്ടിതാവുമായിട്ട് ഒരു ബന്ധവുമില്ല. Yes, you may be praying, but prayer comes out of your lips. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പ്രാർത്ഥന നിങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് പുറത്തു വരും. Prayer is something, no, you learned it. Prayer is not from your heart. പ്രാർത്ഥന എന്നുള്ളത് നിങ്ങൾ പഠിച്ചത് ഒന്നാണ്, അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ളതല്ല. You don't even truly believe, no, there is somebody up there who is listening to your prayers. നിങ്ങൾ യഥാർത്ഥമായി വിശ്വസിക്കുന്നില്ല, അവിടെ ഒരുവൻ എന്റെ പ്രാർത്ഥന കേൾക്കുവാനുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. Such people are dead people. അങ്ങനെയുള്ളവരാണ് മരിച്ച മനുഷ്യർ. Spiritually dead. ആത്മീകമായിട്ട് മരിച്ച മനുഷ്യർ. They may have the outward appearance of all spirituality, but inside there is no connection between the living God and themselves. അവർക്ക് പുറമെ എല്ലാ ആത്മീകതയുടെ ലക്ഷണമുണ്ടാകാം, എന്നാൽ അവരുടെ ഉള്ളിൽ അവർ മരിച്ചവരാണ്, യാതൊരു ബന്ധവുമില്ലാത്തവരാണ്. You know what happens to spiritually dead people? ഈ ആത്മീകമായി മരിച്ചവർക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? It's a terrible life already. അതൊരു വളരെ ഭയാനകമായ ജീവിതമാണ്. It's already a terrible life. അത് ഭയാനകമായ ഒരു ജീവിതം തന്നെയാണ്. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? There is no peace inside them. അവരുടെ ഹൃദയത്തിൽ ഒരു സമാധാനവുമില്ല. Confusion, ആശയക്കുഴപ്പം, panic, പരിഭ്രമം. They don't know how to behave with other people. എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം പോലും അവർക്കറിയില്ല. I'll give you an example of what we mean by spiritually dead people. ഈ ആത്മീക മരിച്ച ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. I read this many years ago. വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇത് വായിച്ചത്. But this really shook me. എന്നാൽ അതെന്നെ വളരെയധികം കുലുക്കുകയുണ്ടായി. A man who studied in IIT. IIT എന്നുള്ള സ്ഥാപനത്തിൽ പഠിച്ച ഒരു മനുഷ്യൻ, a brilliant chap,
obviously. നമുക്കറിയാം വളരെ സമർത്ഥനായ ഒരു വ്യക്തിയായിരുന്നു. And as a young man, he got an opportunity to go to the US and then work there. തനിക്ക് US പോകുവാൻ ഒരു അവസരം ലഭിക്കുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്യുകയുണ്ടായി. And no, by 40 years, he had earned enough. ഏകദേശം 40 വയസ്സായപ്പോൾ താൻ വളരെയധികം സമ്പാദിച്ചു. And he decided to have early retirement. താൻ ഇങ്ങനെ ഒരു നേരത്തെ താൻ ജോലിയിൽ നിന്ന് വിരമിക്കണം താൻ ആഗ്രഹിച്ചു. And then he came back to India. താൻ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നപ്പോൾ So he wanted to settle down in a nice place. താൻ ഒരു മനോഹരമായ സ്ഥലത്ത് താൻ ഒന്ന് താമസിക്കണം എന്ന് ആഗ്രഹിച്ചു. He chose Dehradun in Uttarakhand. ഉത്തരാഖണ്ഡിലുള്ള ഡെറാഡൂൺ എന്നുള്ള സ്ഥലം താൻ അതിനെ തിരഞ്ഞെടുത്തു. He bought a big house. താൻ അവിടെ ഒരു വലിയ ഭവനം വാങ്ങിച്ചു. I think he had 2 children. I'm not very sure, 1 or 2 children. തനിക്ക് 1 or 2 മക്കൾ ഉണ്ടായിരുന്നു, എനിക്ക് അറിയില്ല. And then you know what? One day he had an argument with his wife. എന്നാൽ ഒരു ദിവസം തന്റെ ഭാര്യയുമായിട്ട് തനിക്കൊരു വാഗ്വാദം ഉണ്ടായി. And then no, not just once, but then no, almost like weekly once. No, they used to have similar arguments. എന്നാൽ ഒരിക്കൽ മാത്രമല്ല, ആഴ്ചയിൽ ഒരു തവണ എന്ന നിലയ്ക്ക് അവർ തമ്മിൽ വാഗ്വാദം ഉണ്ടായി. One day when they argued, ഒരു ദിവസം അവർ വാഗ്വാദം ചെയ്തപ്പോൾ he lost control. തനിക്ക് തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. He took a hockey bat. താൻ ഒരു ഹോക്കി ബാറ്റ് എടുത്തു, hit her on the head. ഭാര്യയുടെ തലയ്ക്ക് അടിച്ചു. She collapsed and died. ഭാര്യ അവിടെ തളർന്നു വീണ് മരിച്ചു. Now listen to me. ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കണമേ. Brilliant man. വളരെ സമർത്ഥനായ മനുഷ്യൻ. You know what he did with his brilliance? അവന്റെ സാമർത്ഥ്യം കൊണ്ട് എന്താ ചെയ്യുന്ന അറിയാമോ? Cut her body into pieces. ഭാര്യയുടെ ശരീരം കഷ്ണങ്ങളായിട്ട് മുറിച്ചു. Kept that in the refrigerator. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചു. Every day when he left the home, he would take one parcel so that he can dispose that part. ഓരോ ദിവസവും താൻ ഭവനത്തിന് പുറത്ത് പോകുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു പാർസൽ എടുത്ത് അത് വേസ്റ്റിൽ കളയുകയുണ്ടായി. When I read that crime incident, വളരെ ദുഃഖകരമായ ആ സംഭവം ഞാൻ വായിച്ചപ്പോൾ I was thinking to myself, ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു, is he an alive person? അവൻ ഒരു ജീവനുള്ള മനുഷ്യനാണോ? No, ഒരിക്കലുമല്ല. he is physically alive. അവൻ ശാരീരികമായി ജീവനുണ്ട്, but he is spiritually dead. അവൻ ആത്മീകമായിട്ട് മരിച്ചവനാണ്. He doesn't even know what is right and what is wrong. എന്താണ് ശരിയെന്നോ തെറ്റെന്നോ അവൻ അറിയില്ല. I want to ask you, brothers and sisters, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. You may be physically very active. നിങ്ങൾ ശാരീരികമായിട്ട് വളരെ ആക്റ്റീവ് ആയിരിക്കാം. My question is, are you spiritually alive? എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ആത്മീകമായിട്ട് ജീവനുള്ളവരാണോ? The wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. If you are spiritually dead, നിങ്ങൾ ആത്മീകമായി മരിച്ചവരാണെങ്കിൽ your life on this earth is miserable. നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം അത് വളരെ ശൂന്യമാണ്. The Bible also says that ദൈവവചനം ഇങ്ങനെ പറയുന്നു, the physical death is also the consequence of sin. ശാരീരിക മരണം എന്നുള്ളതും പാപത്തിന്റെ ഒരു പരിണിത ഫലമാണ്. Today, like when we look at the newspapers or sometimes the research, people all want to somehow increase their longevity. അപ്പൊ നാം ഇന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്നത് ഈ മനുഷ്യർ എങ്ങനെയെങ്കിലും തങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. Whether through vitamins or whether through some age defying things, they want to somehow prolong their life. പ്രായത്തെ കുറയ്ക്കുന്ന കാര്യങ്ങളോ വൈറ്റമിൻസ് കൂടിയോ എങ്ങനെയെങ്കിലും തങ്ങളുടെ ആയുസ് ഒന്ന് വർദ്ധിപ്പിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. But you know what the Bible says? എന്നാൽ ദൈവവചനം എന്താ പറയുന്നത്? Man in the first place was created to live with God forever. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം ദൈവവുമായിട്ട് എന്നേക്കും ജീവിക്കേണ്ടതിനാണ്. But it was because of sin, എന്നാൽ പാപമുഖാന്തരം death came into the world. മരണം ലോകത്തിലേക്ക് കടന്നു വന്നു. Death is a terrible thing. മരണം എന്നുള്ളത് വളരെ ഭയങ്കരമായ ഒരു വസ്തുതയാണ്. It's a painful thing. അത് വളരെ വേദനാജനകമായ കാര്യമാണ്. The person, it's not about the dying person. For other people to actually witness death is a very painful thing. ഒരു മരിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നത് എത്രയോ ദുഃഖകരമായ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. The Bible says the sting of death. മരണത്തിന്റെ മുള്ള് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. My dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരന്മാരെ, what is more terrifying
എന്താണ് കൂടുതൽ ഭയാനകമെന്നറിയാമോ? The third dimension of death, മരണത്തിന്റെ മൂന്നാമത്തെ ഡയമെൻഷൻ, which the Bible calls as the second death. ദൈവവചനം അതിനെ രണ്ടാം മരണം എന്നാണ് പറയുന്നത്. Eternal separation from the Creator God. ദൈവവുമായിട്ടുള്ള നിത്യമായ വേർപാട്. Eternal separation. എന്നേക്കുമുള്ളൊരു വേർപാട്. We will read a couple of verses here. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Revelation chapter 20 verse 14. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു, ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. Chapter 21 verse 8. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികർ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരന്മാരെ, as we began our study this evening, നാം ഈ പഠനം നാം തുടരുമ്പോൾ I said no, Christ Jesus is coming back to judge the world. ഞാൻ പറഞ്ഞുവല്ലോ, ഈ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇനി രണ്ടാമത് കടന്നു വരുന്നത് ന്യായം വിധിക്കുവാനാണ്. He will set up his white throne. അവൻ തന്റെ വെള്ള സിംഹാസനം ഒരുക്കും. And there comes the judgment. അവിടെ അതാ ന്യായവിധി നടക്കുവാൻ പോകുന്നു. And in that judgment, ആ ന്യായവിധിയിൽ all those who are going to be condemned, എല്ലാവരും ന്യായവിധിയിൽ അടക്കപ്പെടുവാൻ പോവുകയാണ്. all those who are going to be condemned on that day, ആ ന്യായവിധിയിൽ അകപ്പെടുവാൻ പോകുന്നവരൊക്കെയും, the Bible says, they'll be thrown into the lake of fire. ദൈവവചനം പറയുന്നു, അവരെ ഒക്കെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. Nobody can escape this judgment. ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. Nothing will help them to escape this judgment. ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. In fact, Peter points out two examples. രണ്ട് ഉദാഹരണങ്ങൾ പത്രോസ് കാണിച്ചു തരുന്നു. One in the days of Noah. ഒന്നാമത്തേത് നോഹയുടെ കാലം പോലെ, the destruction by the flood. ആ ജലപ്രളയ മുഖാന്തരമുള്ള നാശം. Except one family, nobody could survive. ഒരു കുടുംബമല്ലാതെ ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. Then again, Peter here in chapter 2 he says like Sodom and Gomorrah. രണ്ടാമത്തെ ഉദാഹരണമായിട്ട് പത്രോസ് കാണിക്കുന്നു സൊദോമും ഗൊമോറ എന്ന പട്ടണങ്ങളെ. Destruction is sure. നാശം അത് ഉറപ്പായും. Nobody can escape God's wrath. ആർക്കും ദൈവിക കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. The righteous judgment of God. ദൈവത്തിന്റെ നീതിയുള്ള ന്യായവിധി. But dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരന്മാരെ, the Bible also very clearly says, ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു, this God who is about to judge the world, ഈ ലോകത്തെ വിധിക്കുവാൻ വരുന്നവനായ ഈ ദൈവം 2000 years ago, 2000 വർഷങ്ങൾക്ക് മുമ്പ്, he sent the judge, the coming judge, as the Lamb of God. ഈ വരുവാനുള്ള ഈ വിധികർത്താവിനെ, ഈ ജഡ്ജിനെ അവനൊരു ഒരു ലാമ്പായിട്ട്, ഒരു അറുക്കുവാനുള്ള കുഞ്ഞാടായിട്ട് ഭൂമിയിലേക്ക് അയച്ചു. This righteous God is going to judge also is a loving God. ഈ ന്യായം വിധിക്കുവാൻ പോകുന്ന ഈ ദൈവമുണ്ടല്ലോ, അവൻ സ്നേഹിക്കുന്ന ദൈവം കൂടിയാണ്. John chapter 3 verse 16, what a beautiful verse. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം അധ്യായം 16-ാം വാക്യം എത്ര മനോഹരമായ ഒരു For God so loved the world that he gave his only begotten son, and whoever believes in him shall never perish. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. And I often think about this one fact. ഞാൻ ഈ ഒരു വസ്തുത എപ്പോഴും ചിന്തിക്കാറുണ്ട്. How many sins we commit each day of our life? നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളിലും എത്രയോ പാപങ്ങളാണ് നാം ചെയ്യുന്നത്. Even if you count minimum 5 sins per day,
നാം ഇങ്ങനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എണ്ണുകയാണെങ്കിൽ ദിവസത്തിൽ 5 പാപങ്ങളെങ്കിലും You multiply that by 365 days. അതിനെ 365 ദിവസങ്ങൾ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. And then you multiply that with the number of years you have lived thus far. ഇതുവരെ നിങ്ങൾ ജീവിച്ച നിങ്ങളുടെ ആയുസ്സിനെ വെച്ചൊന്ന് നിങ്ങളുടെ വയസ്സിനെ വെച്ചൊന്ന് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. And all those sins, the Bible says, no, it was laid on this Lamb of God. എന്നാൽ ആ പാപങ്ങളെയൊക്കെയും ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ മേൽ അവൻ വെച്ചു. The iniquity of all of us was laid upon him. ഈ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ മേൽ ചുമത്തി. He became a propitiation for our sins. അവൻ നമുക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തയാഗമായി തീർന്നു. And the gospel message is so simple. ഈ സുവിശേഷ സന്ദേശം എത്രയോ ലളിതമാണ്. Romans chapter 8 verse 1. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. There is no condemnation for those who are in Christ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. No, we have been thinking about the judgment that is going to come. നാം വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. The judgment throne that is about to be set. ഈ ന്യായവിധി ഏത് നിമിഷവും സംഭവിക്കാം. But on that day, എന്നാൽ ആ ദിവസം there is no condemnation for those who are in Christ Jesus. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ആ ദിവസം ഒരു ശിക്ഷാവിധിയുമില്ല. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? That punishment was borne by our Lord Jesus Christ. കാരണം എന്താണെന്ന് അറിയാമോ? അവരനുഭവിക്കേണ്ട ശിക്ഷാവിധി കർത്താവായ യേശുക്രിസ്തു അവൻ ചുമന്നൊഴിച്ചു. Now in John chapter 3 verses 17 and 18, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. look at that verse. For God did not send his son into the world to condemn the world, but the world through him might be saved. അവിടെ നാം വായിക്കുന്നു, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചു ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. He who believes in him is not condemned. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. What a powerful statement. എത്രയോ ശക്തമായ ഒരു സന്ദേശം. For those who believed in the finished work on the cross, ക്രൂശിൽ പരിപൂർണമായി തീർന്ന പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി can live with this prepared calm belief, there is no more condemnation for me. അവന് ഇങ്ങനെ എത്രയോ ഒരുക്കമുള്ള എത്രയോ ശാന്തമായ വിശ്വാസമുണ്ടാകും, എനിക്കിനി ഒരു ന്യായവിധിയുമില്ല. Revelation chapter 20 verse 6, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം. the Bible is very clear. For those who are in Christ, there is no second death. അവിടെ വ്യക്തമായിട്ട് പറയുന്നു, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. There is no second death for anyone who is in Christ. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. In Second World War, രണ്ടാം ലോകമഹായുദ്ധത്തിൽ there was a believing soldier, ഒരു വിശ്വാസിയായ ഒരു പടയാളി ഉണ്ടായിരുന്നു. and then he wrote a letter to his mother. തന്റെ മാതാവിന് താൻ ഇങ്ങനെ ഒരു എഴുത്തെഴുതി. He could not write with his own hands, so he asked one of his friends to write it. തനിക്ക് തന്റെ സ്വന്തം കൈകൊണ്ട് എഴുതുവാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്റെ സ്നേഹിതനെ കൊണ്ട് എഴുതിപ്പിച്ചു. So this is what the letter said. ഇതാണ് ദൈവവചനം, ഇതാണ് ആ എഴുത്തിൽ ഉണ്ടായിരുന്നത്. Mama, I have lost both my limbs. എൻ്റെ 2 കാലുകളും നഷ്ടപ്പെട്ടു. And my hands are very badly damaged. എൻ്റെ 2 കൈകളും വളരെ അധികം കേടായിരിക്കുകയാണ്. I am bleeding to death. ഞാൻ മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. I think before this letter reaches you, I would have died. ഈ എഴുത്ത് നിന്റെ കയ്യിലെത്തുന്നതിന് മുമ്പ് ഒരു പക്ഷേ ഞാൻ മരിച്ചിരിക്കും. But you know what he wrote? എന്താ ആ വ്യക്തി എന്താ എഴുതിയെന്നറിയാമോ? Mama, when you know that I have died, please don't cry. ഞാൻ മരിച്ചു എന്ന് അമ്മ നീ കേൾക്കുമ്പോൾ നീ കരയരുത്. You know what he wrote? എന്താ എഴുതിയെന്നറിയാമോ? I'll be safe in the arms of Jesus. ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കും. This is preserved in one of the World War Memorial Museums. ലോക മഹായുദ്ധത്തിന്റെ മെമ്മോറിക്കുള്ള ആ മ്യൂസിയത്തിൽ ആ എഴുത്ത് പ്രദർശിപ്പിച്ചു. I will be safe in the arms of Jesus. ഞാൻ എൻ്റെ കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതമായി. Why? എന്തുകൊണ്ട്? There is no condemnation.
അവന് ഒരു ന്യായവിധിയുമില്ല. And then that's a beautiful thought. One day, Mama, we will see each other. അതിനുശേഷം ആ മനോഹരമായ ചിന്ത ഇതാ, അമ്മേ നമ്മൾ വീണ്ടും കാണും. Brothers and sisters, പ്രിയപ്പെട്ട സഹോദരന്മാരെ, we don't have much time. I want to close here. നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. Shall I remind you one thing? ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. In this same chapter 3, 2 Peter chapter 3, ഈ അതേ 2 പത്രോസ് 3-ാം അധ്യായം, ഈ അധ്യായത്തിൽ തന്നെ Peter says the Lord is not slack in his promise. He is not delaying his coming. അവര് പറയുന്നു, ചിലർ താമസിച്ചെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദാനം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. And then he goes on to say, അവൻ എന്നിട്ട് തുറന്നിങ്ങനെ പറയുന്നു, he is patient. അവൻ കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നു. He is patient. കർത്താവ് ദീർഘക്ഷമയോടിരിക്കുന്നു. For whom is he patient? ആർക്ക് വേണ്ടിയാണ് താൻ ദീർഘക്ഷമ കാണിക്കുന്നത്? May I suggest, ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടട്ടെ, it may be for you. അതൊരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. Why is he patient? Why has he not come yet? എന്തുകൊണ്ട് അവൻ ഇതുവരെ വന്നില്ല? എന്തുകൊണ്ടാണ് അവൻ ക്ഷമയോടെ ഇരിക്കുന്നത്? Why the Lord's return is still delayed? എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഇരിക്കുന്നത്? It could be because of you. അതൊരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. If there is anyone here this evening ഇന്ന് വൈകുന്നേരം ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ who think or who doubt about their salvation, തങ്ങളുടെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുകയോ സംശയം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഞങ്ങളെ കേൾക്കുന്നു, if you are not sure that you will escape the coming judgment, ആ കർത്താവിൻ വരുവാനുള്ള ആ ന്യായവിധിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും എന്നുള്ളതിൽ പൂർണ്ണമായി ഉറപ്പില്ല എങ്കിൽ, this is the day. ഇതാണ് ആ ദിവസം. He still loves you. അവൻ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. So merciful. വളരെ കരുണയുള്ളവനാണ്. When we read through the scriptures, so many ways God has actually revealed his mercy. നാം ദൈവവചനത്തിൽ അനേക തവണ കാണുന്നുണ്ട് അവന്റെ കരുണയെക്കുറിച്ച്. In Luke chapter 15, we read about the loving father waiting for the prodigal son. തന്റെ മുടിയനായ തന്നെ വിട്ട് കടന്നുപോയ തന്റെ മകനെ നോക്കി കാത്തിരിക്കുന്ന ഒരു പിതാവിനെ കുറിച്ച് നാം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. Even know about when we think about Samson's life, the Lord was waiting for him to cry up to him one last time, one cry. That is all was needed for God to intervene in Samson's life. ശിംശോന്റെ ജീവിതത്തെ കുറിച്ച് നാം കാണുമ്പോൾ ദൈവം ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ശിംശോൻ ഒന്ന് മടങ്ങി വന്ന് ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ, നിലവിളിച്ചിരുന്നുവെങ്കിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Same thing can be seen even in David's life. ദാവീദിന്റെ ജീവിതത്തിൽ നമുക്കിത് കാണുവാൻ കഴിയും. In 1 Samuel chapter 30, 1 ശമൂവേൽ 13-ാം അധ്യായത്തിൽ David messed up his entire life. തന്റെ ജീവിതം മുഴുവനും താൻ നാശമാക്കിയപ്പോൾ, it is all his own decisions. തന്റെ തെറ്റായ തീരുമാനങ്ങൾ, it is all the consequences of wrong decisions. തന്റെ തെറ്റായ തീരുമാനങ്ങളുടെ പരിണിതഫലം മൂലം the Lord was waiting. കർത്താവ് കാത്തിരിക്കുകയായിരുന്നു. The Lord was waiting. കർത്താവ് കാത്തിരിക്കുകയായിരുന്നു. The Bible says David strengthened himself in the Lord. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ദാവീദ് തന്നെ കർത്താവിൽ ബലപ്പെടുത്തി. What an amazing thing. എത്രയോ അനുഗ്രഹീതമായ ഒരു കാര്യം. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരന്മാരെ, I just read one story. ഞാനൊരു കഥ ഇങ്ങനെ വായിക്കുകയുണ്ടായി. It's a real incident, of course. ഒരു യഥാർത്ഥ സംഭവം തന്നെയാണ്. In 1994, 1994 a man by name Gang Tang in China, Gang Tang എന്ന് പറയുന്ന ഒരു ചൈനീസ് മനുഷ്യൻ, his 2-year-old son was kidnapped. തന്റെ 2 വയസ്സുള്ള മകനെ ആരോ കടത്തിക്കൊണ്ടുപോയി. Instead of giving up the search, it is said this man went after his lost son for 24 years. തന്നെ മറ്റ് ഉദ്യോഗസ്ഥരെ ആ അന്വേഷണം ഏൽപ്പിക്കുന്നതിന് പകരം താൻ ഇങ്ങനെ ചെയ്തു. 24 വർഷം താൻ ഈ മകന് വേണ്ടി അന്വേഷിച്ചു. Traveling all across China. ചൈനയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അനേക യാത്ര ചെയ്തു. He is called as the motorcycle father. അദ്ദേഹത്തെ മോട്ടോർ സൈക്കിൾ അച്ഛൻ എന്നാണ് അവിടെ വിളിപ്പേര്. He traveled 5
500,000 kilometers, താൻ 5,00,000 കിലോമീറ്റർ താൻ ചൈനയ്ക്കപ്പുറവും ഇങ്ങോട്ട് carrying his son's photograph to every village. തന്റെ മകന്റെ ആ ഫോട്ടോഗ്രാഫും കൊണ്ട് എല്ലാ ഗ്രാമങ്ങളിലും, Thousands of villages. ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ Asking people, have you seen my son? Have you seen my son? എന്റെ മകനെ നിങ്ങൾ കണ്ടുവോ, എന്റെ മകനെ നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വില്ലേജുകളിൽ താൻ സഞ്ചരിച്ചു. There were many times no others said, why don't you give up? Why don't you give up? അനേകർ അവനോട് പറഞ്ഞു, നീ ഇതങ്ങ് നിർത്ത്, മതി, ഇതങ്ങ് നിർത്ത് എന്ന് You will പറയുകയുണ്ടായി. never be able to find your son after so many years. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിന്റെ മകനെ നിനക്ക് കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. In 2021, എന്നാൽ 2021 this lost son was united with his father. 2021 ആ നഷ്ടപ്പെട്ടു പോയ ആ മകൻ തന്റെ പിതാവുമായിട്ട് ഒരുമിച്ചു. I was thinking about that father's patience. ഞാൻ ആ പിതാവിന്റെ ദീർഘക്ഷമയെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. And when I was thinking about that father's patience, I was also thinking about the heavenly father's patience with regard to you and me. എന്നാൽ ആ പിതാവിന്റെ ദീർഘക്ഷമയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ എൻ്റെ സ്വർഗീയ പിതാവിനെ ദീർഘക്ഷമയെ കുറിച്ചും നമ്മളോട് ഓരോരുത്തരുള്ള ബന്ധം ദീർഘക്ഷമയെ കുറിച്ചും ചിന്തിച്ചു. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരന്മാരെ, if there is anyone here, ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, if you're not sure whether you will escape the day of judgment, ഈ ന്യായവിധിയുടെ ദിവസത്തിൽ നിന്ന് താൻ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, you're born into the world with sin. നിങ്ങൾ ഈ ലോകത്തിൽ പാപവുമായിട്ട് മുറുകെ പിടിച്ചിരിക്കുകയാണ്. And you live with this sin. നിങ്ങൾ പാപത്തിൽ ജീവിക്കും. And if you die in this sin, നിങ്ങൾ ഈ പാപത്തിൽ മരിക്കുകയാണെങ്കിൽ you will not escape. നിങ്ങൾ ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. You will never escape. ഒരിക്കലും രക്ഷപ്പെടുകയില്ല. Because the Bible says, ദൈവവചനം പറയുന്നു, it is determined by God for once to die and then stand before God in judgment. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. And if there is one way to escape that judgment, അവിടെ ഒരു വഴി, ഈ ന്യായവിധി രക്ഷപ്പെടുവാൻ ഒരു വഴിയുണ്ടെങ്കിൽ it is through trusting in the Lord Jesus Christ, അത് യഥാർത്ഥമായി യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ്. who bore all your sins. അവൻ നിന്റെ സകല പാപങ്ങളെ വഹിച്ചു. And he still loves you. അവൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു. He still wants to show mercy to you. അവൻ ഇപ്പോഴും നിന്നോട് കരുണ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. May the Lord help us to understand this truth. ഈ സത്യത്തെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. For there is no condemnation for those who are in Christ. ക്രിസ്തുവേശുള്ളവർക്ക് അതുകൊണ്ട് ഇനി യാതൊരു ശിക്ഷാവിധിയുമില്ല. May the Lord bless these words and thoughts to our hearts. ഈ കർത്താവ് ഈ ചിന്തകളെ നമ്മുടെ ഹൃദയങ്ങളിൽ സംസാരിക്കുമാറാകട്ടെ. May his name be glorified. അവന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.